അങ്ങനെ ഇരുന്നപ്പോൾ അബിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇപ്പം മീൻകറി കഴിക്കണമെന്നൊരാഗ്രഹം. എന്നാൽ പിന്നെ വെച്ച് കൊടുത്തേക്കാണെന്ന് ഞാനും വിചാരിച്ചു. ഇവിടെ നമുക്കിങ്ങനെ ക്യാൻഡായിട്ടാണ് നമുക്ക് സാർഡൈൻസ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൽ മിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ അതിന് ശേഷം നമ്മുടെ കടുകൊക്കെ എടുത്ത് പൊട്ടിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കുടംപുളിയും പുളിയും ഒന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണിത്. അപ്പോൾ ഞാൻ എന്താ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം കടുകൊക്കെ പൊട്ടിയതിന് ശേഷം സവോള നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഓപ്ഷണലാണ്, കാരണം ഓൾറെഡി ടൊമാറ്റോ സോസിൽ മിക്സ്ഡ് ആയിട്ടുള്ള സാർഡീൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ചൊരു പുളി വേണം എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ അബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മാറുന്നവരെ നമുക്കിനി ഒന്ന് സോട്ട് ചെയ്യാം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ പരിപാടി തീർന്നു. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് ഓൾറെഡി കുക്ക്ഡ് ഫിഷാണ്. നമ്മൾ അതാ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ക്യാനാണ് എടുത്തിരിക്കുന്നത്. 3 ക്യാൻ എന്ന് പറയുമ്പം ഏകദേശം ഒരു 9-10 പീസൊക്കെ വരും. അപ്പോൾ ഇതാ അത്ര ആഡ് ചെയ്തു. എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ഇത് കഴിക്കാറില്ല, മീൻ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് സോൺലി അബിക്ക് വേണ്ടി മാത്രം ഞാൻ കുക്ക് ചെയ്തതാണ്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് വേവിച്ചെടുക്കാം. നമുക്ക് എത്ര വേവാണോ വേണ്ടത് അതനുസരിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് ഇതിന് കുക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഇതാണ് കൺസിസ്റ്റൻസി. ഒരിക്കലും നാട്ടിലുണ്ടാക്കിയ പോലെ ആവത്തില്ല, എന്നാലും വീട് മിസ് ചെയ്ത അബിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീട്ടിലെ പോലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻസിൽ അറിയിക്കൂ.